ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വഖഫ് ജനജാഗരണ സദസ്സ് സംഘടിപ്പിച്ചു. സാമൂഹിക നിരീക്ഷകനും പത്രപ്രവർത്തനവുമായ AP അഹമ്മദ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വഖഫ് ബോർഡ് ഇന്ത്യയിലെ മുസൽമാന്റെ കൂടി ശത്രുവാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഹമ്മദ് മാസ്റ്റർ പറഞ്ഞു. ഇന്ത്യയിലെ വഖഫ് ബോർഡിന്റെ കയ്യിലുള്ള 10 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ടല്ലോ, ഞങ്ങളുടേതല്ല, അത് ദൈവദോഷത്തിന്റെ ഭൂമിയാണ്, പാപത്തിന്റെ ഭൂമിയാണ്. രാജ്യം ഏറ്റെടുക്കട്ടെ, എന്നിട്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്ത് പ്രതിക്രിയ ചെയ്യട്ടെ എന്ന് പറയാൻ മുസ്ലിം സംഘടനകൾ തയ്യാറാവണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇസ്ലാമിന്റെ എന്തോ മുന്തിയ സംഗതിയാണെന്ന് വിചാരിക്കണ്ട. ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് നിയമത്തിനും ശരീഅത്ത് നിയമത്തിനും വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിനെതിരായി ആദ്യം രംഗത്തിറങ്ങേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. അതോടൊപ്പം ഈ നിയമം രാജ്യത്തിനെതിരാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇതൊരു നീരാളി പോലെ അങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അരീപ്പയിലെ ഭൂമി അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അവിടെ ഹിന്ദു ഐക്യവേദി ഉണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെടുമ്പോൾ ഭൂമി പ്രശ്നത്തിൽ ഹിന്ദു ഐക്യവേദി ഉണ്ട്. മുത്തങ്ങയിലെ CK ജാനു കാലങ്ങൾക്ക് മുമ്പ് സമരം നടത്തിയപ്പോൾ അവരെ സഹായിക്കാനും ആ ഭൂമി പ്രശ്നത്തിൽ ഇടപെടാനും ഇവിടുത്തെ ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഉണ്ടായിരുന്നു. ആറളത്ത് ഭൂമി പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഹിന്ദു ഐക്യവേദി ഉണ്ട്. ഈ കേരളത്തിൽ അവശതയും യാതനയും വേദനയും അനുഭവിക്കുന്ന ഭൂമിയില്ലാത്തവന്റെ പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന പ്രസ്ഥാനമാണ് ഹിന്ദു ഐക്യവേദിയും അതിന്റെ അനുബന്ധ പ്രസ്ഥാനങ്ങളും. അതുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങളോടൊപ്പം ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. കാസ ജില്ലാ പ്രസിഡന്റ് പ്രസ്റ്റോ സിൽവനും വിവിധ സംഘപരിവാർ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ജനം, തൃശൂർ.